ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. സത്യം പറഞ്ഞാൽ ഇല്ല, ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിട്ടു പോയതാണ്. അപ്പം ഞാനും അൻഷിയും കൂടെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അൻഷിൻ്റെ പല്ലിന് 2-3 പൊത്തുണ്ട് കേട്ടോ. അപ്പോൾ ആളിനോട് ഇങ്ങനെ പറയുന്നുണ്ട് വേദന എടുക്കണ്ടെന്ന് കുറച്ച് ദിവസമായി പറയൽ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വെച്ചുകൊണ്ടിരിക്കണ്ട, കൊണ്ടുപോയിട്ട് നമുക്ക് പൊത്തടുപ്പിക്കാന്നുള്ളത്. കാരണം ഇനി വെച്ചുകൊണ്ടിരുന്ന് വേറെ എന്തെങ്കിലും ആവുണ്ടല്ലോ, അപ്പം അതിനെക്കാട്ടി നല്ലതല്ലേ പൊത്ത് വരുന്നതിന് മുന്നേ നമുക്കത് അടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓനായിട്ട് പല്ല് ഡോക്ടറെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അത് കുറേ പൊത്തുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മളെ കോട്ടപ്പടിയുള്ള ഒരു പല്ല് ഡോക്ടറെ അടുത്ത് തന്നെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ വിളിച്ചു. ആളെ പൊത്തടക്കുന്ന സമയത്ത് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയായത് ഒരു 1.5 വർഷം മുന്നേ എൻ്റെ പല്ല് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ എൻ്റെ പല്ല് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നടന്നതും പല്ല് ഡോക്ടറെ അടുത്ത് കയറി ഇറങ്ങിയതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നിട്ട് അതാണ് ഞാനിങ്ങനെ വിളിച്ച് കാണിക്കുന്നത്. അങ്ങനെ ഒരു മണിക്കൂർ ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്നെ പൊത്തടക്കലൊക്കെ കഴിഞ്ഞ് അപ്പം അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആളോട് ചോദിക്കുന്നുണ്ട്, എനിക്കുണ്ടൊരു പൊത്ത്, എനിക്കും അടക്കണം എന്നുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ട്, വേനുണ്ടോ എന്ന് വെച്ചപ്പോൾ എന്നോട് തന്നെ ചെറിയൊരു പുളിപ്പുണ്ട്, ഇപ്പം തന്നെ ചെയ്യേണ്ട, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യാമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അൻഷിക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അൻഷിക്കൊരു പ്രത്യേകത ഉണ്ട്, ഒരു ചെരുപ്പ് ഒരു 3 മാസത്തിൽ കൂടുതൽ ഓടൂല കേട്ടോ. അവൻ്റെ പെട്ടെന്ന് ഡാമേജ് ആവും, അതെന്താണെന്ന് അറിയില്ല. പിന്നെ അതുമല്ല ബ്ലാക്ക് ചെരുപ്പല്ലാതെ അവന് ഇടൂല്ല, അവനക്ക് ബ്ലാക്ക് ചെരുപ്പേ ഇഷ്ടമുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് നോക്കി, ആൾക്ക് ഈ ഷോപ്പിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. ആൾക്ക് ഈ ഒരു സാധനം നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ ബ്രൗൺ കളറാണ്, അതിൽ ബ്ലാക്ക് കിട്ടിയില്ല, പിന്നെ അത് സൈസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ കടയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ നമുക്കൊരു കുടിയിരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ കുടിയിരിക്കലിൽ എനിക്ക് പാകിസ്ഥാനി സൂട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിനുള്ള കമ്മൽ എൻ്റെ അടുത്തില്ലേനു, കമ്മൽ മേടിക്കണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് കമ്മൽ മേടിക്കണം, നമുക്ക് വേറെ ഒരു ഫാൻസി ഷോപ്പിലും കൂടെ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫാൻസി ഷോപ്പിൽ പോവാണ് കേട്ടോ. ഈടായിട്ട് എനിക്ക് കമ്മൽസിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു വലിയ ഹെവി കമ്മലൊന്നും ഇടാൻ, പക്ഷെ ഇപ്പം എനിക്ക് എടുക്കുന്ന ഡ്രസ്സിനനുസരിച്ച് കമ്മലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കമ്മലിൻ്റെ ഒരു കളക്ഷൻ തന്നെ ആക്കണം എന്ന് എനിക്കൊരു പ്ലാനിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തെടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണ്. നമ്മൾ അവിടെ കുറേ ഫാൻസി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പോയിട്ടോ. കോട്ടപ്പടിയുള്ള പാറമ്മൽക്ക് പോയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് കുന്നുമുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നല്ല കാശ്മീരി ബാംഗിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്നത് അത് ഞാൻ അങ്ങനെ നോക്കുകയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച കളർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു പിസ്റ്റൽ ലൈക്ക് ഷെയ്ഡാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ കളറ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ച് പോന്നു കേട്ടോ. ഉച്ചക്ക് ചോറിനത് ഇറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളും ഡോക്ടർ ഹോട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരുമോ, വിശന്നിട്ട് വയ്യാന്ന്. പിന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബാങ്ക് കൊടുക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാബു നീലും വിളിക്കണ്ടായിരുന്നത്. ഉമ്മമാക്ക് തീരെ വയ്യാതെ കിടക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയതായിരുന്നു കേട്ടോ, ഉമ്മമാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളവിടുന്ന് വിളിച്ച് ഉമ്മമാക്ക് സുഖമില്ല, ഉമ്മമാക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് ചോദിച്ചാണ്ട് അങ്ങനെ വിളിച്ചപ്പം ഞാനും അൻഷിയും ബാബുന്തിലും അച്ചും കൂടെ ഉമ്മമാൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മാനെ കൊണ്ടുവരും ചെയ്യാം, ഉമ്മമാനെ കാണുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ഇട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ക്യാരറ്റ് ബോൾ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പുഡിങ്ങൊക്കെ കഴിക്കണ പോലെ ഉണ്ട്. ഇനി ചായ എടുക്കൽ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഡ്രസ്സ് മാറ്റി ഫ്രഷ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഉമ്മമാൻ്റെ വീട്ടിലല്ല കേട്ടോ നമ്മൾക്ക് പോണത്, നമ്മൾ മാമൻ്റെ വീട്ടിലേക്കാണ് പോണത്. മാമൻ്റെ വീട്ടിലാണ് ഇപ്പോൾ കറൻലി ഉമ്മമ്മ താമസിക്കുന്നത് കേട്ടോ. ഉമ്മമാക്ക് വയ്യാതായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അപ്പം ഞങ്ങൾ ഒരു ബാങ്കൊക്കെ കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം ഇതിൽ മുന്നിലിരുന്ന് മേക്കപ്പ് ഇടാണ്. അപ്പം ഇങ്ങനെ പറയാണ് ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് ഇതാക്കാന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ അവിടെ എത്താനായപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ അല്ല മാമൻ്റെയും മൂത്തമ്മാൻ്റെയും വീട് എടുത്തെടുത്തായതുകൊണ്ട് നമുക്കൊരു കവർ ഫ്രൂട്ട്സ് പോരാ, 2 പേര് അടുത്തടുത്താണ്. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് വാങ്ങണം. അപ്പം ഞാനും അൻഷിയും നീലും കൂടെ അങ്ങനെ നിന്നിട്ട് അതിനനുസരിച്ചിട്ട് വാങ്ങാണ് കേട്ടോ. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള സൽക്കാരങ്ങൾക്കൊക്കെ പോയി ചേലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ശീലമായിട്ടോ ഫ്രൂട്ട്സ് അങ്ങനെ ബാർഗെയിൻ ചെയ്ത് മേടിക്കല്. അവിടെ എത്തിയപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ മാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാടമുട്ടയും പിന്നെ എന്തോ ചിക്കൻ അങ്ങനെ എന്തോ സാധനം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലോലിപോപ്പ്. ഇവിടെ എത്തിയപ്പോൾ ഉമ്മ വയ്യാത്ത മാതിരി കാട്ടി കൂട്ടാട്ടോ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി കണ്ട് വെറുതെ തമാശക്ക്. ഞങ്ങൾ ചെന്നപ്പം വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടോ, നല്ല വിശപ്പുണ്ടായിരുന്നു. അതിലിത് കണ്ടതോടുകൂടി നല്ല ഇഷ്ടമായിട്ടോ. ചിക്കൻ ലോലിപോപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേമാതിരി മസാല മുട്ടയും. അപ്പാക്ക് ഹോട്ടലായതുകൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എളിമാൻ്റെ നിന്ന് ചായ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് ഉമ്മമാനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് മൂത്താപ്പാൻ്റെ അടുക്കാണ് കേട്ടോ. അതാണ് എൻ്റെ മൂത്തമ്മയും മൂത്താപ്പയും. ഇവിടെ വന്നപ്പോൾ നമുക്ക് പൊരിക്കടിയും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എളമാനോട് വയറടിച്ച് കഴിച്ചതുകൊണ്ട് നമുക്ക് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നമ്മൾ ഓല സന്തോഷത്തിന് വേണ്ടി കണ്ട് ഇല്ലാത്ത വയറ്റിൽ സ്ഥലം ഉണ്ടാക്കിയാണ്ട് ഒരു സമൂസയും ഒരു ജ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ഉമ്മാനായിട്ട് ഇനി വീട്ടിലേക്ക് പോണ പരിപാടിയാണ് കേട്ടോ അടുത്തത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നാട്ടിലെത്തിയതിനു ശേഷമാണ് കേട്ടോ രാത്രിക്കത്തെ ഡിന്നറും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇനി ഞാൻ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ വയ്യിടാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. സത്യം പറഞ്ഞാലേ വ്ളോഗ് അതിൻ്റെ ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ മറന്നു കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ ടച്ച് കിട്ടുന്നത്? കാരണം കുറച്ച് കാലമായിട്ട് മടി പിടിച്ചിരിക്കുകയാണല്ലോ ആക്ച്വലി. അപ്പം നമ്മൾ പൊറോട്ടയും കാര്യങ്ങളൊക്കെ തിന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡാട്ടോ അവിടുത്തെ. മനുഷ്യൊക്കെ വെട്ടി വിണങ്ങാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.